يا رمضان شوق القلب باد فعد بالله تشدو والتقي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും റമദാൻ കരീം. ഈ റമദാൻ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോരോ ചിന്തകൾ വരും, പ്രത്യേകിച്ച് ഈ പ്രവാസികൾക്ക്. പ്രവാസ ജീവിതത്തിൽ നോമ്പ് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തരും. അതിൽ കുറേ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും ഉണ്ടാവും. അതുപോലെ ഒരുപാട് നൂറുകണക്കിന് അനുഭവമുണ്ട്. ഞാൻ ഒരനുഭവം ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഈ ഗ്രൂപ്പിലുള്ള പലവർക്കും അറിയുന്ന ഒരു പ്രദേശമാണ് ഫുജൈറയിലെ ഉർഫ. ഉർഫയിൽ ആ കോർണേഴ്സിൽ സാജിദ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ പുത്തൂർ റഹ്മാൻ സാഹിബൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നേരെ മുന്നിലൊരു പള്ളിയുണ്ട്. ഞാൻ ഇടയ്ക്ക് എൻ്റെ കട അവിടെ അടുത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇടയ്ക്ക് നോമ്പ് തുറക്കാൻ പോകും. ആ പള്ളിൻ്റെ മുന്നിൽ കടൽക്കാറ്റും കൊണ്ട് വൈകുന്നേരം മഗ്‌രിബിൻ്റെ മുമ്പ് ഇഫ്താർ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇരിക്കണ ആ ഒരു രംഗമുണ്ടല്ലോ, ഇഫ്താർ സമയം കാത്ത വല്ലാത്തൊരു അനുഭൂതിയാണ്. തന്നെയല്ല പല രാജ്യക്കാരും അവിടെ വന്ന് അവരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റമൊക്കെ ഇങ്ങനെ അനുഭവിക്കാൻ നല്ലൊരു അനുഭൂതിയാണ്. ഞാൻ അവിടെ പോകാറുണ്ട് ഇടയ്ക്ക്. ഒരു ദിവസം അവിടെ ഇഫ്താറൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിച്ച് ഇറങ്ങിയപ്പോൾ കുറേ ബംഗാളികളൊക്കെ കൂടി ഒരുത്തനെ വളഞ്ഞിട്ട് എന്തൊക്കെ ചോദ്യം ചെയ്യുന്ന കശപിശ. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഞാൻ അറിയുന്ന ഒരു സുഹൃത്താണ്, ഇബ്രാഹിം എന്ന് പറയും. അയാൾ രാജസ്ഥാനിയാണ്, ഇബ്രാഹിം ഖാൻ എന്നാണ് പേര്. എൻ്റെ കടയിൽ വരാറുണ്ട് അയാൾ. നമ്മുടെ അൽജാബിർ ബിൽഡിംഗ് ഉണ്ട്, ഈ ഫുജൈറയിലെ ഫിഷ് മാർക്കറ്റിൻ്റെയും സബ്ജി മാർക്കറ്റിൻ്റെയും ഒക്കെ അപ്പുറത്തൊരു കടലിന് അഭിമുഖമായിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. അന്ന് ആ ബിൽഡിങ്ങിൻ്റെ പണി നടക്കണ കാലം, പണി ഇങ്ങനെ ഭാഗമൊക്കെ ആയിട്ടുള്ളൂ ആ കാലത്ത്. ബിൽഡിങ് എന്താ കോലം, നമുക്കൊന്നും അതിൻ്റെ ഒരു കോലം തിരിഞ്ഞിട്ടില്ല ആ കാലത്ത്. 400 ലേബേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്, ആന്ധ്രക്കാരും രാജസ്ഥാനികളും ശ്രീലങ്കക്കാരും ഒക്കെ കൂടിയായിട്ട്. 450-500 റുപ്യ ശമ്പളമാണ് അവർക്ക്. ശമ്പളം വാങ്ങാനുള്ള ഒരു പ്രത്യേക ID കാർഡ് ഉണ്ട്. അതൊക്കെ ഞാനിടയ്ക്ക് കളർ കാപ്പി എടുത്ത് ലാമിനേഷനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനൊക്കെ ഈ ഇബ്രാഹിമായിട്ട് അങ്ങനെ ഞാൻ നല്ല ബന്ധമാണ്. അപ്പം ആ ഇബ്രാഹിമിനെയാണ് ഈ ബംഗാളികളൊക്കെ കൂടി വളഞ്ഞിട്ട്. അപ്പം ഞാൻ ചെന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ ഈ ബംഗാളികളൊക്കെ കൂടി പറഞ്ഞ് ഇവൻ നിസ്കരിക്കാനല്ല പള്ളിയിൽ വരുന്നത്, ഇവിടുത്തെ ഇഫ്താർ ഈ ബൽദിയൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ ആ കറുത്ത കീസ് ഉണ്ടല്ലോ, വേസ്റ്റ് കീസ, അതിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോവുകയാണ്. ഇവൻ നിസ്കരിക്കുന്നില്ല. നമ്മളൊക്കെ നിസ്കരിക്കാൻ കയറിയാൽ ഇവ ഇഫ്താർ ഒക്കെ കൂടി കീശയിലിട്ട് കൊണ്ടുപോവുകയാണ്. ഇനി അങ്ങനെ വിടാൻ പറ്റൂല, ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഞാൻ ഇബ്രാഹിമിനോട് ചോദിച്ചു, എന്തിനാ ഇബ്രാഹിം ഇങ്ങനെ കൊണ്ടുപോകണം, എനിക്ക് തിന്നാനുള്ളത് ഇവിടുന്ന് തിന്നാൽ പോരെ, എന്തിനാണ് ഇതൊക്കെ കൂടി വാരി വലിച്ച് കീശയിലാക്കി കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം പറഞ്ഞ് ഈ അൽജാബിറിൻ്റെ ക്യാമ്പിൽ കണ്ടമാനം ആൾക്കാരുണ്ട്, പാവങ്ങളാണ്, അപ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു. എനിക്കറിയാം അൽജാബിറിൻ്റെ ലേബേഴ്സ് പറഞ്ഞാൽ വളരെ ശമ്പളം കുറവാണ്, തന്നെയല്ല വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ആ കാലത്ത് അവരുടെ ക്യാമ്പിൽ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞ അവരൊക്കെ ഹിന്ദുക്കളാണ്, അധികവും ഹിന്ദുക്കളാണ്, അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ്. അപ്പോൾ എനിക്ക് ആ എൻ്റെ എപ്പോഴും നമ്മളെ കടയിൽ വന്ന് ഇങ്ങനെ കുശലൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള നല്ലൊരു ബന്ധമാണ്. ഒരു പാവമാണ്, രാജസ്ഥാനിയാണ്, 3 മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു 48-50 വയസ്സ് പ്രായമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇബ്രാഹിമിനെ കേച്ചിലാക്കണം. അപ്പോൾ ഞാനിങ്ങനെ 4 പുറം നോക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഉർഫക്കാരൻ തന്നെയാണ് ഒരാൾ. ഇപ്പോൾ ഉർഫയിലല്ല താമസം, ഇപ്പോൾ ഫസീലിൽ എവിടെയാണ്. അങ്ങനെ അയാൾ പോലീസ് ഓഫീസറാണ്. അയാൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നിസ്കരിച്ചിട്ട്. ഞാൻ പാഞ്ഞു ചെന്ന് അയാളോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇബ്രാഹിം എന്തോ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ പിടിച്ചതാ, ഞാൻ അറിയുന്ന ആളാണ്, ഇബ്രാഹിമാണ്, പാവാണ്, നിങ്ങളൊന്ന് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളിങ്ങനെ മെല്ലനെ വന്നു, ചോദിച്ചു, ബംഗാളികളോടൊക്കെ ചോദിച്ചു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഇബ്രാഹിമിൻ്റെ കയ്യിൽ ആ കീസുണ്ട്, മുനിസിപ്പാലിറ്റിൻ്റെ വലിയ കീസ്, അതിൽ കുറേ ഈ പൊട്ടിക്കാത്ത ഫ്രൂട്ടും കാര്യങ്ങളും ജ്യൂസും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ആ കീസ ഒരു കയ്യിലും മറു കയ്യിൽ ഇബ്രാഹിമിൻ്റെ ഒരു കയ്യും പിടിച്ചിട്ട് ആ അറബി സൽമാൻ ഇങ്ങനെ കയറി വന്ന് ആ പള്ളിൻ്റെ ഉമ്മര ഒരു സിറ്റ് ഔട്ട് മാതിരിയാണ്, ഒരു 5-6 പടി ഇങ്ങനെ കയറിയാൽ ഒരു കോലായ മാതിരി ഒരു ഉമ്മരുണ്ട്. ആ ഉമ്മരത്ത് കയറി നിന്നിട്ട് അവിടെ കൂടിയവരോട് പറഞ്ഞേ, നിങ്ങളൊക്കെ മഗ്‌രിബ് നിസ്കരിച്ചത് 3 റക്അത്താണെങ്കിൽ ഇബ്രാഹിം 3000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്.
അവൻ ഈ റിസ്ക് കൊണ്ടുപോകുന്നത് റിസ്ക്കിൻ്റെ മുഹ്താജീങ്ങൾക്കാണ്. റിസ്ക്കിൻ്റെ ആവശ്യക്കാരിലേക്ക് റിസ്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ഒരു ഇബാദത്താണ് ഇബ്രാഹിം ചെയ്യുന്നത്. അതുകൊണ്ട് റമളാൻ മാസമാണ് ഒരാളുടെ റിസ്ക് തടയാനല്ല, റിസ്ക്കിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നതാണ് റമളാൻ മാസം. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വിശാലത ചെയ്യണം. ഒരിക്കലും ഒരാളുടെ ഭക്ഷണം തടഞ്ഞു വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നോമ്പ് നോറ്റിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇബ്രാഹിം ചെയ്തത് ഏറ്റവും വലിയൊരു അമലാണ്. അതുകൊണ്ട് ഇബ്രാഹിം നാളെ ആ ക്യാമ്പിലുള്ള എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരണം, ഞാനിവിടെ ഉണ്ടാവും, എൻ്റെ പേര് സൽമാൻ എന്നാണ്, ഞാനിവിടെ ഉണ്ടാവും, ഒരു പേടിക്കരുത് പറഞ്ഞ് ഇബ്രാഹിമിൻ്റെ നെറുവിലൊന്ന് ചുംബിച്ചിട്ട് ആ കന്തൂറയിൽ നിന്നൊരു പേഴ്സ് ഇട്ട് കുറച്ച് നോട്ട് ഇങ്ങനെ ചുരുട്ടി മടക്കിയിട്ട് എൻ്റെ കീസയിലിട്ട് കൊടുത്തു. ഞാനിങ്ങനെ ആലോചിച്ച്, ശരിക്കും ഇസ്ലാമിനെ നമ്മളിങ്ങനെ കാണുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, മാലിക്കുദ്ദീനാറും 12 ആളും മലബാറിൽ വന്നിട്ട് ഇസ്ലാം പ്രചരിപ്പിച്ച രീതി, അവർ സമൂഹത്തോട് കാണിച്ച നീതി, അവരുടെ പെരുമാറ്റം, അവരുടെ സത്യസന്ധത കണ്ടിട്ടാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതിങ്ങനെ ആ അസ്തമയ സമയത്ത് മഗ്‌രിബിൻ്റെ ശേഷം ഇഫ്താറിൻ്റെ ശേഷം ഞാനിങ്ങനെ ലൈവിൽ കാണുകയാണ്. ഞാൻ ഏതോ ഒരു ലോകത്ത് എത്തിയ പോലെ തോന്നി. എനിക്ക് ആ സൽമാനോട് എങ്ങനെ നന്ദി പറയണമെന്നോ ഒന്നും ഒരു പിടുത്തം കിട്ടിയില്ല. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സൽമാനെ കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ സൽമാൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എപ്പോഴും നമ്മൾ റിസ്ക് ആവശ്യമുള്ളവർക്കാണ് കൊടുക്കേണ്ടത്, റിസ്ക് കൊടുക്കുക എന്നുള്ളത് വലിയൊരു അമലാണ് എന്ന് പറഞ്ഞ് കുറേ സംസാരിച്ചു. അപ്പോൾ റമളാൻ്റെ ഒരു അനുഭവമാണത്. അറബികളുടെ മരുഭൂമി പോലെ വിശാലമായി കിടക്കുന്ന അറബികളുടെ ആ മനസ്സും ഏഷ്യക്കാരായ നമ്മളെപ്പോലെയുള്ള ആൾക്കാരുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം, എന്തുകൊണ്ട് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയായിട്ട് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ഒരു റംളാൻ സ്മരണയായിട്ട് സൂക്ഷിക്കുകയാണ്. ഒരു പ്രവാസ ജീവിതത്തിലെ എൻ്റെ ഒരു വലിയ ഒരു അനുഭവം, ഒരു ഓർമ്മയാണ്. السلام عليكم ورحمة الله.